1526 മുതൽ 1857 വരെ ഇന്ത്യൻ രാജ്യം ഭരിച്ചിരുന്ന രാജവംശമാണ് മുഗൾ രാജവംശം. ഇന്ത്യയുടെ ചരിത്രത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മുഗളരെപ്പറ്റി പറയാതെ നമുക്ക് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ചരിത്രകാരനായ വിൻസെൻ്റ് എ സ്മിത്ത് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഏറ്റവും സമ്പന്നവും ഏറ്റവും അതുല്യവുമായ രാജവംശമാണ് മുഗൾ സാമ്രാജ്യം എന്നത്. എന്നാൽ സമകാലിക ഇന്ത്യയിൽ ആ മുഗൾ സാമ്രാജ്യത്തെ പ്രശ്നവൽക്കരിച്ച് അതിന് വർഗീയതയുടെ മുഖം നൽകി ചരിത്രത്തിൽ നിന്നും അടർത്തി മാറ്റാൻ, ഒഴിവാക്കാൻ ഉള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ശ്രമങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രാവശേഷിപ്പുകൾക്കുണ്ടോ? നമുക്ക് പരിശോധിക്കാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ അതിജീവനത്തെക്കുറിച്ച്. സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും സമ്പന്നരായിരുന്നു മുഗൾ സാമ്രാജ്യം. ആ രാഷ്ട്രത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരത്തെ, പുതിയൊരു രാഷ്ട്രത്തെ നിർമ്മിക്കാനാണ് മുഗളർ ശ്രമിച്ചത്. ദ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്ന പുസ്തകത്തിൽ സതീഷ് ചന്ദ്ര സമർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക വളർച്ച അതൊരു രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക വളർച്ച കൂടിയായിരുന്നു എന്ന്. മുഗളർ ഒരു സംസ്കാരത്തെ നിർമ്മിക്കാനാണ് ശ്രമിച്ചത്. തുർക്കോ ഇറാനിയൻ സംസ്കാരത്തിൽ ഇന്ത്യൻ സംസ്കാരം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു സാംസ്കാരിക സ്വത്ത് നിർമ്മിക്കാൻ മുഗളർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കല, സാഹിത്യം, വാസ്തുവിദ്യ തുടങ്ങിയ എല്ലാ സാംസ്കാരിക മേഖലകളിലും മുഗളരുടെ ഈ അധ്വാനഫലം മൂലമുണ്ടായ പരിണാമങ്ങൾ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട താജ്മഹൽ, അതുപോലെ തന്നെ ചെങ്കോട്ട, ജുമാ മസ്ജിദ് തുടങ്ങിയ നിർമ്മാണങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യയിലുള്ള പ്രാവീണ്യം വിളിച്ചോതുന്ന തിളങ്ങുന്ന ശേഷിപ്പുകളാണ്. അവസാനം നടന്ന സെൻസസ് പ്രകാരം 50.8 ദശലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ മാതൃഭാഷയായി ഉറുദു സംസാരിക്കുന്നവരാണ്. ഉറുദു ഭാഷയെ ഇത്രത്തോളം വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആൾക്കാരാണ് മുഗൾ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ. അന്നുള്ള ഫൈസിയുടെ സാഹിത്യങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ഇത്രമേൽ ഉറുദു ഭാഷയെ രചനാസമ്പുഷ്ടമാക്കിയതും മുഗളർ നൽകിയ സംഭാവനകളും സഹായങ്ങളുമായിരുന്നു. ഉറുദു ഭാഷയെപ്പറ്റിയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ വളർച്ചയെയും അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയുമെല്ലാം നാം സംസാരിക്കുമ്പോൾ അതിലൊഴിച്ചുകൂടാനാവാത്ത ഒരു സ്വാധീനം, ഒഴിച്ചുകൂടാനാവാത്ത ഒരു കഥാപാത്രം മുഗൾ സാമ്രാജ്യം വഹിക്കുന്നുണ്ട്. ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ മിക്കതും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംഭാവനകളാണ്. താജ്മഹൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന നിലയ്ക്ക് വരെ പുറത്തറിയപ്പെടാൻ തരത്തിൽ താജ്മഹലിൻ്റെ പ്രൗഢി ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു വാസ്തുവിദ്യ മാറ്റിയെടുത്തത് മുഗൾ സാമ്രാജ്യമായിരുന്നു. ദ മുഗൾ എംപയർ എന്ന പുസ്തകത്തിൽ ജോൺ എഫ് റിച്ചാർഡ്സ് അക്ബർ ചക്രവർത്തിൻ്റെയും മറ്റു രാജാക്കന്മാരുടെയും സംഭാവനകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭാവനകളെല്ലാം ചരിത്രകാരന്മാരാൽ പ്രശംസിക്കപ്പെട്ടവയുമാണ്. ജബ്റ്റ്, ദഹ്സാല തുടങ്ങിയ അക്ബർ ചക്രവർത്തി കൊണ്ടുവന്ന സമ്പ്രദായങ്ങൾ ഇന്നും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പലതും ആധുനിക ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അക്ബർ ചക്രവർത്തി കൊണ്ടുവന്ന മൻസബ്ദാരി സമ്പ്രദായം ഭരണകാര്യങ്ങളിൽ പുതിയൊരു ശക്തി നൽകി. ആ മൻസബ്ദാരിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പലതും ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ സിവിൽ സർവീസിലെ IAS, IPS, IFS എന്ന് തുടങ്ങിയ സ്ഥാനത്തട്ടുകൾ നൽകുന്നതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഉദ്യോഗസ്ഥരെ സ്ഥാനത്തട്ടുകളായി വിഭജിച്ചുകൊണ്ട് നിയമിക്കുന്ന ഒരു സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം. അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തി കൊണ്ടുവന്ന ജബ്റ്റ് എന്ന ഭൂനികുതി സമ്പ്രദായം ഏറെ ചരിത്രകാരന്മാരാൽ പ്രശംസിക്കപ്പെട്ട ഒന്നാണ്. കോടതികളിൽ ഉപയോഗിക്കുന്ന വക്കീൽ, അദാലത്ത് നിന്ന് തുടങ്ങി ഒരുപാട് പദങ്ങൾ അവയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംഭാവനകളാണ്. മൻസബ്ദാരിയും ജബ്റ്റും ഇത്തരത്തിലുള്ള ഒരുപാട് പദാവലികൾക്കപ്പുറം സാംസ്കാരികവും സാമൂഹികവുമായ ഒരുപാട് കാര്യങ്ങളിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധ്യാപനങ്ങൾ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെ ഇന്നുമുള്ള ഇന്ത്യൻ ജനത പിന്തുടരുന്നുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും പോലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. വർഗീയവൽക്കരിക്കേണ്ട, പ്രശ്നവൽക്കരിക്കേണ്ട ഒന്നായിരുന്നില്ല മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടം എന്നുള്ളത്. 3 നൂറ്റാണ്ടിൻ്റെ ഭരണത്തിൽ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ ചരിത്രത്തെയും സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് മുഗൾ സാമ്രാജ്യം. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്
1921 ഒരു പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ബ്രിട്ടീഷുകാർക്ക് മുമ്പ് നമുക്കൊരു കാലഘട്ടം, ഒരു ഭരണമുണ്ടായിരുന്നു. ആ ഭരണകൂടത്തിൻ്റെ കീഴിൽ നാം ഒരിക്കലും അടിമകളായിരുന്നില്ല. ആ ഭരണത്തിന് കീഴിൽ നമുക്കൊരു സ്വരാജ് ഉണ്ടായിരുന്നു എന്ന്. ലോക പൈതൃകങ്ങളായി പരിഗണിക്കപ്പെടുന്ന നിർമ്മിതികൾ ഇന്നത്തെ ഇന്ത്യയിലും മുഗളരുടെ സംഭാവനകളായി തന്നെ നിലനിൽക്കുമ്പോൾ മുഗളരെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒഴിവാക്കുന്നത് വരുന്ന ഒരു തലമുറയെ ഇന്ത്യയുടെ ചരിത്രത്തെപ്പറ്റി അജ്ഞതയുള്ളവരായി ഒരു സമൂഹത്തിലേക്ക് മാറ്റുക എന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ത്യയുടെ പൈതൃകം, ചരിത്രം, സംസ്കാരം, ഭരണ നിയമ വ്യവസ്ഥകൾ, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം ആധുനിക ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അവരെ പറയാത്ത ഒരു ചരിത്രം ഇന്ത്യക്ക് സാധ്യമല്ല. ആ ഒരു കാലഘട്ടം കേവലം ഒരു സംസ്കാര നിർമ്മിതിയുടെ കാലഘട്ടം മാത്രമായിരുന്നില്ല, ആധുനിക ഇന്ത്യയെ നിർമ്മിക്കാനുള്ള അടിത്തറകളിട്ട കാലഘട്ടം കൂടിയായിരുന്നു.